everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 72nd lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about sales variances, and in this lecture, we are going to discuss a problem on sales variances. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ഓൾ സെയിൽസ് വേരിയൻസസ് അക്കോർഡിംഗ് ടു പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വാല്യൂ മെത്തേഡ്. അതായത് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചും വാല്യൂ മെത്തേഡ് അനുസരിച്ചും സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത് നോക്കാം. പ്രോഡക്റ്റ് എക്സ് വൈ, രണ്ട് പ്രോഡക്റ്റ് ആണുള്ളത്, എക്സ് ആൻഡ് വൈ. രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡും ആക്ച്വലും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡിൽ ക്വാണ്ടിറ്റി, കോസ്റ്റ് പെർ യൂണിറ്റ്, പ്രൈസ് പെർ യൂണിറ്റ്. ആക്ച്വലിലും ക്വാണ്ടിറ്റി, കോസ്റ്റ് പെർ യൂണിറ്റ്, പ്രൈസ് പെർ യൂണിറ്റ്. പ്രോഡക്റ്റ് എക്സിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ക്വാണ്ടിറ്റി 3000 യൂണിറ്റ്സ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ₹10 ആണ്, പ്രൈസ് പെർ യൂണിറ്റ് ₹12 ആണ്. പ്രോഡക്റ്റ് വൈയുടെ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ക്വാണ്ടിറ്റി 2000 യൂണിറ്റ്സ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ₹15 ആണ്, പ്രൈസ് പെർ യൂണിറ്റ് ₹18 ആണ്. ഇനി ആക്ച്വൽ നോക്കാം. പ്രോഡക്റ്റ് എക്സിൻ്റെ ആക്ച്വലിൻ്റെ കേസിൽ ക്വാണ്ടിറ്റി 3200 യൂണിറ്റ്സ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ₹10.50 ആണ്, പ്രൈസ് പെർ യൂണിറ്റ് ₹13 ആണ്. പ്രോഡക്റ്റ് വൈയുടെ ആക്ച്വലിൻ്റെ കേസിൽ ക്വാണ്ടിറ്റി 1600 യൂണിറ്റ്സ് ആണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ₹14 ആണ്, പ്രൈസ് പെർ യൂണിറ്റ് ₹17 ആണ്. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് സെയിൽസ് വേരിയൻസസിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. സെയിൽസ് വേരിയൻസസിൻ്റെ കാൽക്കുലേഷനായിട്ട് സർട്ടൺ വർക്കിംഗ് നോട്ട്സ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യം വർക്കിംഗ് ടേബിൾ ചെയ്യാം. ആദ്യം നമുക്ക് പ്രോഡക്റ്റ് എക്സിൻ്റെയും വൈയുടെയും ബഡ്ജറ്റഡിൻ്റെ വാല്യൂവും ടോട്ടൽ പ്രോഫിറ്റും ഒക്കെ കണ്ടെത്താം. ഇവിടെ ബഡ്ജറ്റഡിൻ്റെ സബ് കോളംസ് നോക്കാം. ക്വാണ്ടിറ്റി യൂണിറ്റ്സ്, പ്രൈസ്, വാല്യൂ, കോസ്റ്റ്, പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ്. ആദ്യം പ്രോഡക്റ്റ് എക്സിൻ്റെ കേസ് നോക്കാം. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി 3000 യൂണിറ്റ്സ് ആണ്, ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡിൽ തന്നിട്ടുണ്ട്. ആൻഡ് പ്രൈസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ₹12 ആണ്. സോ 3000 യൂണിറ്റ്സ് ഇൻറ്റു 12. സോ ദ വാല്യൂ ഇസ് 36,000. ആൻഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹10 ആണ്. പ്രൈസ് എന്ന് പറയുന്നത് ₹12ഉം കോസ്റ്റ് എന്ന് പറയുന്നത് ₹10 ആണ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൈസായ ₹12ൽ നിന്നും കോസ്റ്റായ ₹10 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ₹2 ആണ്. ആൻഡ് 3000 യൂണിറ്റ്സ് ആണുള്ളത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹2 പെർ യൂണിറ്റ് ആണ്. സോ 3000 ഇൻറ്റു 2 ചെയ്യുമ്പോൾ കിട്ടുന്ന ₹6000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൈസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ₹18 ആണ്. ആൻഡ് ക്വാണ്ടിറ്റി ആയ 2000നെ പ്രൈസായ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ കംസ് ടു ₹36,000. കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹15 ആണ്. പ്രൈസായ ₹18ൽ നിന്നും കോസ്റ്റായ ₹15 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ₹3 ആണ് പ്രോഫിറ്റ്. 2000 യൂണിറ്റ്സ് ആണുള്ളത്. പെർ യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹3 ആണ്. സോ 2000 ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ₹6000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ 5000 ആണ്, വാല്യൂവിൻ്റെ ടോട്ടൽ ₹72,000 ആണ്, പ്രോഫിറ്റിൻ്റെ ടോട്ടൽ ₹12,000 ആണ്. ഓക്കെ, ബഡ്ജറ്റഡിൻ്റെ കേസിൽ വാല്യൂവും ടോട്ടൽ പ്രോഫിറ്റും ഒക്കെ കണ്ടെത്തിയതുപോലെ ആക്ച്വലിൻ്റെ കേസിൽ ഇതും കണ്ടെത്താം. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 3200 യൂണിറ്റ്സ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ₹13 ആണ്. സോ ക്വാണ്ടിറ്റി ആയ 3200നെ പ്രൈസായ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ₹41,600 ആണ് വാല്യൂ. കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹10.50 ആണ്. പ്രൈസ് 13ഉം കോസ്റ്റ് ₹10.50 ആണ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13ൽ നിന്ന് 10.50 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ₹2.50 ആണ്. 3200 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹2.50 പെർ യൂണിറ്റ് ആണ്. സോ 3200 ഇൻറ്റു ₹2.50 ചെയ്യുമ്പോൾ കിട്ടുന്ന ₹8000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 1600 യൂണിറ്റ്സ് ആണ്. പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹17 ആണ്. സോ ക്വാണ്ടിറ്റി ആയ 1600നെ പ്രൈസായ ₹17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ₹27,200 ആണ് വാല്യൂ. കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹14 ആണ്.
പ്രൈസായ 17-ൽ നിന്നും കോസ്റ്റായ 14 ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 റുപ്പീസാണ് പ്രോഫിറ്റ്. 1600 യൂണിറ്റ്സ് ആണ് ക്വാണ്ടിറ്റി. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹3 ആണ്. സോ ക്വാണ്ടിറ്റിയായ 1600-നെ പ്രോഫിറ്റ് പെർ യൂണിറ്റായ 3 റുപ്പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 4800 റുപ്പീസാണ് ടോട്ടൽ പ്രോഫിറ്റ്. ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ 4800 ആണ്. വാല്യൂവിൻ്റെ ടോട്ടൽ 68,800 റുപ്പീസാണ്. പ്രോഫിറ്റിൻ്റെ ടോട്ടൽ 12,800 റുപ്പീസാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസും സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സും സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സുമാണ്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ നമുക്കറിയാം ആക്ച്വൽ സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ 3200 യൂണിറ്റ്സും പ്രോഡക്റ്റ് വൈയുടെ കേസിൽ 1600 യൂണിറ്റ്സുമാണ്. സോ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3200 പ്ലസ് 1600 എന്ന് പറയുന്നത് 4800 ആണ്. അപ്പോൾ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 4800 യൂണിറ്റ്സ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ 3000 യൂണിറ്റ്സും പ്രോഡക്റ്റ് വൈയുടെ കേസിൽ 2000 യൂണിറ്റ്സുമാണ്. ഇത് റേഷ്യോ ആക്കുമ്പോൾ 3:2 എന്നാണ് വരുന്നത്. സോ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് കണ്ടെത്തുന്നതിനായി ആക്ച്വൽ സെയിൽസിൻ്റെ ടോട്ടലായ 4800-നെ ഈ പ്രപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 3:2 എന്ന പ്രപ്പോർഷനിൽ. സോ പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് കിട്ടുന്നതിനായി 4800 ഇൻറ്റു 3/5 ചെയ്താൽ മതിയാകും. ആൻഡ് ദ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് എക്സ് കംസ് ടു 2880 യൂണിറ്റ്സ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് കണ്ടെത്തുന്നതിനായി 4800 ഇൻറ്റു 2/5 ചെയ്താൽ മതിയാകും. And the standard proportion for actual sales in case of product Y comes to 1920 units. And standard proportion for actual sales in the total എന്ന് പറയുന്നത് 4800 units. ഇനി സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ 3200 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹12 ആണ്. സോ പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് എന്ന് പറയുന്നത് 3200-നെ ₹12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 38,400 റുപ്പീസാണ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1600 യൂണിറ്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹18 ആണ്. സോ പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് എന്ന് പറയുന്നത് 1600-നെ ₹18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 28,800 റുപ്പീസാണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 67,200 റുപ്പീസാണ്. ഇനി സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് കണ്ടെത്തിയിരുന്നു. ഈ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് കണ്ടെത്തുന്നത്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 2880 യൂണിറ്റ്സ് ആണ്. അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റായ ₹12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 34,560 റുപ്പീസാണ് പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് 1920 യൂണിറ്റ്സ് ആയിരുന്നു. ഈ 1920 യൂണിറ്റ്സിനെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റായ ₹18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 34,560 റുപ്പീസാണ് പ്രോഡക്റ്റ് വൈയുടെ കേസിലെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. ആൻഡ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 69,120 റുപ്പീസാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ വർക്കിംഗ് നോട്ട്സ്. ഇനി നമുക്ക് സെയിൽസ് വേരിയൻസസിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ആദ്യം പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ്. ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എന്നാണ്. ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ വർക്കിംഗ് ടേബിളിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 12,800 റുപ്പീസാണ്. ബഡ്ജറ്റഡ് പ്രോഫിറ്റിൻ്റെയും നമ്മൾ വർക്കിംഗ് ടേബിളിൽ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റഡിൻ്റെ കേസിൽ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 12,000 റുപ്പീസാണ്. സോ ആക്ച്വൽ പ്രോഫിറ്റായ 12,800 റുപ്പീസിൽ നിന്നും ബഡ്ജറ്റഡ് പ്രോഫിറ്റായ 12,000 റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന
₹800 ആണ് ടോട്ടൽ സെയിൽസ് മാർജിൻ വേരിയൻസ്. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹800 ഫേവറബിൾ. അടുത്ത സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസ് ആണ്. ഫോർമുല നോക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ്. ഈ വേരിയൻസ് ഓരോ പ്രോഡക്റ്റിൻ്റെയും കേസിൽ കമ്പ്യൂട്ട് ചെയ്യണം. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3200 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് ₹13 ആണ്. ബഡ്ജറ്റഡ് സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ₹12 ആണ്. സോ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 3200 ഇൻറ്റു ₹13 മൈനസ് ₹12. And the sales margin variance due to selling price for product X comes to ₹3200. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹3200 ഫേവറബിൾ. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 1600 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് ₹17 ആണ്. ബഡ്ജറ്റഡ് സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ₹18 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 1600 ഇൻറ്റു ₹17 മൈനസ് ₹18. And the sales margin variance due to selling price in case of product Y comes to ₹1600. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹1600 അഡ്വേഴ്സ്. ഇനി പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലെയും പ്രോഡക്റ്റ് വൈയുടെ കേസിലെയും സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെല്ലിംഗ് പ്രൈസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ₹1600 ഫേവറബിൾ ആണ്. ബിക്കോസ് ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന സെയിൽസ് വേരിയൻസ് സെയിൽസ് മാർജിൻ വേരിയൻസസ് ഡ്യൂ ടു വോളിയം ആണ്. ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. ഇവിടെയും പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലെയും പ്രോഡക്റ്റ് വൈയുടെ കേസിലെയും സെയിൽസ് മാർജിൻ വേരിയൻസസ് ഡ്യൂ ടു വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ നോക്കാം. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹2 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3200 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹2 ഇൻറ്റു 3200 മൈനസ് 3000 ആൻഡ് ദ സെയിൽസ് മാർജിൻ വേരിയൻസസ് ഡ്യൂ ടു വോളിയം ഫോർ പ്രോഡക്റ്റ് എക്സ് കംസ് ടു ₹400. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹400 ഫേവറബിൾ. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹3 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 1600 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 2000 യൂണിറ്റ്സ് ആണ്. സോ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹3 ഇൻറ്റു 1600 മൈനസ് 2000 ആൻഡ് ദ സെയിൽസ് മാർജിൻ വേരിയൻസസ് ഡ്യൂ ടു വോളിയം ഫോർ പ്രോഡക്റ്റ് വൈ കംസ് ടു ₹1200. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹1200 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും സെയിൽസ് മാർജിൻ വേരിയൻസസ് ഡ്യൂ ടു വോളിയത്തിൻ്റെ ടോട്ടൽ ₹800 അഡ്വേഴ്സ് ആണ്. ബിക്കോസ് ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ് ആണ്. ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹2 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3200 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് 2880 യൂണിറ്റ്സ് ആണ്. അത് നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹2 ഇൻറ്റു 3200 മൈനസ് 2880 ആൻഡ് ദ സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ് കംസ് ടു ₹640. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹640 ഫേവറബിൾ. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹3 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 1600 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് 1920 ആണ്. അത് നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹3 ഇൻറ്റു 1600 മൈനസ് 1920 ആൻഡ് ദ സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സ് കംസ് ടു ₹960. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹960 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും കേസിലെ സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് മിക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ₹320. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹320 അഡ്വേഴ്സ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റി ആണ്. ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും കേസിൽ സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹2 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് 2880 യൂണിറ്റ്സ് ആണ്. അതും വർക്കിംഗ് ടേബിളിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.
rupees 2 into 2880 minus 3000, and the amount of sales margin variance due to sales quantity for product X comes to rupees 240. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 240 അഡ്വേഴ്സ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് rupees 3 ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഫോർ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 1920 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: rupees 3 into 1920 minus 2000, and the amount of sales margin variance due to sales quantity in case of product Y comes to rupees 240. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 240 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും കൂടി സെയിൽസ് മാർജിൻ വേരിയൻസ് ഡ്യൂ ടു സെയിൽസ് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് rupees 480 ആണ്. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 480 അഡ്വേഴ്സ്. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചുള്ള സെയിൽസ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ വാല്യൂ മെത്തേഡ് അനുസരിച്ചുള്ള സെയിൽസ് വേരിയൻസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെയിൽസ് വാല്യൂ വേരിയൻസ്. ഫോർമുല നോക്കാം: ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് വാല്യൂ ഓഫ് സെയിൽസ്. ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് നമ്മൾ വർക്കിംഗ് ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. rupees 68,800 ആണ്. ബഡ്ജറ്റഡ് വാല്യൂ ഓഫ് സെയിൽസ് നമ്മൾ വർക്കിംഗ് ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. rupees 72,000 ആണ്. ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് ആയ rupees 68,800 നിന്ന് ബഡ്ജറ്റഡ് വാല്യൂ ഓഫ് സെയിൽസ് ആയ rupees 72,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് വാല്യൂ വേരിയൻസ്, ദാറ്റ് ഈസ് rupees 3,200. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 3,200 അഡ്വേഴ്സ്. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് പ്രൈസ് വേരിയൻസ് ആണ്. ഫോർമുല നോക്കാം: ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സെയിൽസ് പ്രൈസ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,200 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ പ്രൈസ് rupees 13 ആണ്. ബഡ്ജറ്റഡ് പ്രൈസ് rupees 12 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 3,200 into rupees 13 minus rupees 12, and the amount of sales price variance in case of product X comes to rupees 3,200. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ rupees 3,200 ഫേവറബിൾ. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 1,600 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ പ്രൈസ് rupees 17 ആണ്. ബഡ്ജറ്റഡ് പ്രൈസ് rupees 18 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: 1,600 into rupees 17 minus rupees 18, and the amount of sales price variance in case of product Y comes to rupees 1,600. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 1,600 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും സെയിൽസ് പ്രൈസ് വേരിയൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് rupees 1,600 ഫേവറബിൾ ആണ്. ബിക്കോസ് ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് വോളിയം വേരിയൻസ് ആണ്. സെയിൽസ് വോളിയം വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം: സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സെയിൽസ് വോളിയം വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് rupees 12 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,200 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3,000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: rupees 12 into 3,200 minus 3,000, and the amount of sales volume variance in case of product X comes to rupees 2,400. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ rupees 2,400 ഫേവറബിൾ. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസ് സ്റ്റാൻഡേർഡ് പ്രൈസ് rupees 18 ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 1,600 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 2,000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: rupees 18 into 1,600 minus 2,000, and the amount of sales volume variance in case of product Y comes to rupees 7,200. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ rupees 7,200 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും സെയിൽസ് വോളിയം വേരിയൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് rupees 4,800 അഡ്വേഴ്സ് ആണ്. ബിക്കോസ് ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് മിക്സ് വേരിയൻസ് ആണ്. ഫോർമുല നോക്കാം: സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് നമ്മൾ വർക്കിംഗ് ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 67,200 rupees ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സും നമ്മൾ വർക്കിംഗ് ടേബിളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 69,120 rupees ആണ്. സോ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് ആയ rupees 67,200 നിന്നും സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആയ rupees 69,120 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് മിക്സ് വേരിയൻസ്, ദാറ്റ് ഇസ് rupees 1,920 അഡ്വേഴ്സ്. ബിക്കോസ് ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആണ്. ഫോർമുല നോക്കാം: സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു റീവൈസ്ഡ് സെയിൽസ് ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്.
പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിലും പ്രോഡക്റ്റ് വൈയുടെ കേസിലും സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ₹12 ആണ്. റീവൈസ്ഡ് സെയിൽസ് ക്വാണ്ടിറ്റി 2880 ആണ്. വർക്കിംഗ് ടേബിളിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 3000 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ₹12 × 2880 - 3000 ആൻഡ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് എക്സ് കംസ് ടു ₹1440. ഇതൊരു നെഗറ്റീവ് ഫിഗറാണ്. സോ ₹1440 അഡ്വേഴ്സ്. ഇനി പ്രോഡക്റ്റ് വൈയുടെ കേസിൽ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ₹18 ആണ്. റീവൈസ്ഡ് സെയിൽസ് ക്വാണ്ടിറ്റി 1920 യൂണിറ്റ്സ് ആണ്. നമ്മൾ വർക്കിംഗ് ടേബിളിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് 2000 യൂണിറ്റ്സ് ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ₹18 × 1920 - 2000 ആൻഡ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് വൈ കംസ് ടു ₹1440 അഡ്വേഴ്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെയും പ്രോഡക്റ്റ് വൈയുടെയും സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ടോട്ടൽ ₹2880 അഡ്വേഴ്സ് ആണ്. ബിക്കോസ് ഇതൊരു നെഗറ്റീവ് ഫിഗറാണ്. ഇപ്പോൾ നമ്മൾ സെയിൽസ് വേരിയൻസസ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചും വാല്യൂ മെത്തേഡ് അനുസരിച്ചും കാൽക്കുലേറ്റ് ചെയ്തു. Okay. Hope you all understand this problem. Thank you.